Good morning to all. Welcome back. How are you all doing? After long time, I'm making my vlog today. Uh, First of all, let me wish everybody a very happy Eid Mubarak. Today's topic is about friendship, okay, which is very special to all. I know that. Yesterday we all celebrated Friendship Day. From morning till afternoon or evening, we were getting a lot of messages on the friends in there. Okay, message friends, videos, and so it was so nice to see, and read such beautiful messages. I thought, why not speak about friendship today? Okay, we are all blessed with such lovely friends. നമുക്കൊക്കെ നമ്മുടെ ലൈഫിൽ ഇത്രയും നല്ല ഫ്രണ്ട്സ് ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ വലിയൊരു ഇത് തന്നെയാണ്, വലിയൊരു ഇറ്റ്സ് ലൈക്ക് എൻ അസെറ്റ്. ഓക്കെ, സിൻസ് ഐ വാസ് ദ ഓൺലി പേഴ്സൺ, ഞാൻ ഒരു മോൾ തന്നെ ആയതുകൊണ്ട് ഐ നെവർ ഹാഡ് ലൈക്ക് സിബ്ലിങ്സ്, അങ്ങനെ ആരും ഇല്ല അതെനിക്ക് ഷെയർ ചെയ്യാനോ. അപ്പം ഫ്രണ്ട്സ് ആണ് നമ്മൾ ഒരു നെക്സ്റ്റ് മീഡിയം, ഒരു ഏജ് വരെ നമ്മൾ മമ്മി പപ്പേനോടൊക്കെ എല്ലാം പറയും. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആരെങ്കിലും വേണമെങ്കിൽ വി നീഡ് ഫ്രണ്ട്സ്. ഓക്കെ, സോ അപ്പം അങ്ങനെ കുറെ ഫ്രണ്ട്സ് എനിക്ക് സ്കൂളിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ഫൺ ടൈം ആൻഡ് സ്റ്റിൽ വി ഹാവ് WhatsApp chat where all friends, talk. Our school friends talk to each other, and it brings back the memories. What all we spent, what all we had during our school time. It's a great moment. Appo adu vicharikkumo our karyam cheyunnathu, okay, that so we had disturbed that teacher, that all fun we had during our class. So that was all what friends are for. They share you, they bring back that memories. It's such fun. Back in the colleges, after school colleges ചെന്നപ്പം I saw Friendship Day എന്ന് പറഞ്ഞാൽ it is like a big celebration. എത്ര ബാൻഡ്സ് ആരുടെ കയ്യിൽ കെട്ടോ, ഇറ്റ്സ് എ ട്രഡീഷൻ. ഫ്രണ്ട്ഷിപ്പ് ഡേ ഓൾ യൂസ് ടു പുട്ട് ബാൻഡ്സ് ഇൻ ദർ ഹാൻഡ്സ്. ഓക്കെ, സോ എത്ര ബാൻഡ്സ് ഉണ്ട് അത്ര ഫ്രണ്ട്സ് ആയി. സോ എവറി സ്റ്റേജ് യു ഗെറ്റ് ന്യൂ സെറ്റ് ഓഫ് ഫ്രണ്ട്സ്. ഇപ്പോൾ കോളേജിലായിരുന്നപ്പോൾ ഫ്രണ്ട്സ് ഒരു നമ്മുടെ കൂടെ വന്നപ്പം അവിടെ കുറച്ചുകൂടി ഇതിലേക്ക് ബങ്കിങ് ക്ലാസ്സസ്. ഐ നെവർ ബങ്ക്, ബട്ട് വൺസ് ഐ ബങ്ക്. അത് എൻ്റെ മമ്മി കണ്ടുപിടിച്ചെടുത്തു. I went with my friends to the other. I think it was something Hindi period, so I didn't want to sit. So I went with them. And that also I was so scared to go, but I said, okay, let's one time try. ഇത്രയൊക്കെ പറയുമ്പോൾ അങ്ങനെ അവരുടെ കൂടെ പോയി. I went to have a cup of coffee അങ്ങനെ ഒരു ഇതിനകത്ത് അടുത്തോട്ട് ഒരു നിയർ ബൈ ജസ്റ്റ് കോളേജ് നെക്സ്റ്റ് അടുത്തൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവിടെ പോയി കോഫി അടിക്കാന്ന് വെച്ച് ഫ്രണ്ട്സിനോട് പോയതാണ്. അപ്പതേ മമ്മി ഡ്യൂട്ടി കഴിഞ്ഞിട്ട് സോ അതോടെ ഏറ്റവും ബങ്കിങ്ങിന്റെ ഇത് തീർന്നു. കോളേജ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഫ്രാങ്ക്ഫർട്ടിൽ ചേർന്നു. ഇറ്റ് വാസ് ലൈക്ക് എൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എയറോസ്പേസ് ട്രെയിനിങ്. അവളുടെ ഇറ്റ് വാസ് ഫുൾ ഓഫ് ഫൺ, because it's more of like the experience how you work in an airlines. When we go for outdoor trainings, ഞങ്ങൾ ഡൽഹിയിലൊക്കെ പോയപ്പോൾ അവളുടെ സെപ്പറേറ്റ് ആയിട്ട് ലൈക്ക് we are not we had like a 1 week stay in a hostel. അപ്പോൾ ആ ഒരു ഹോസ്റ്റൽ ഫീലിങ്ങും ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു അടിച്ച് പൊളിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് വന്നപ്പോൾ ദാറ്റ് വാസ് ഔട്ട് ഓഫ് ദാറ്റ് നെവർ എക്സ്പെക്റ്റഡ്. അതിന് വിടാനും മമ്മിക്ക് ആഗ്രഹം, ബിക്കോസ് ഐ എം ഗോയിങ്. ഷി ഹാസ് നെവർ ലെഫ്റ്റ് മീ അലോൺ. ഇൻ സ്കൂൾസ് ഒക്കെ ഞാൻ പറഞ്ഞപ്പോൾ സ്കൂൾസ് ഐ യൂസ് ടു പ്ലേ ഹോക്കി. സോ ഹോക്കിയിൽ എല്ലാവരും പോകും, പക്ഷേ എൻ്റെ മമ്മി പോയി സ്പെഷ്യലി ബിക്കോസ് ഐ സെഡ് ഐ ആം ദ ഓൺലി വൺ. സോ ഐ വാസ് വെരി മച്ച് പാമ്പേർഡ്. അപ്പം പാമ്പേർഡ് ചൈൽഡാണ്, പക്ഷെ അങ്ങനെ സ്പോയിൽഡ് ബ്രാറ്റ് ഒന്നുമല്ല, ഞാൻ നോർമലാണ്. പക്ഷേ ഷീ വാസ് സ്കെയർഡ് ടു സെൻഡ് മീ അലോൺ എനിവേ. സോ വെനെവർ ഔട്ട്ഡോർ ട്രിപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ വെരെവർ ഹാവ് ടു ഗോ ഷീ വിൽ ജോയിൻ വിത്ത് മീ. സോ അപ്പം സ്കൂളിലൊക്കെ ഐ എം കട്ടിങ് ബാക്ക് ഫ്രം ദ പൊസിഷൻ. സ്കൂളിലൊക്കെ ഞാൻ ഹോക്കി കളിച്ചോളുന്നത്. അപ്പം വി യൂസ് ടു ഗോ ഫോർ ലൈക്ക് നോർമൽ ഇതിനകത്തൊക്കെ ഡിസ്ട്രിക്ട് ലെവൽ കളിക്കാനൊക്കെ പോകുമ്പോൾ എനിക്ക് അപ്പോൾ എപ്പോഴും ദേഷ്യം വരുന്നത് മമ്മീനോട്. എല്ലാ ഫ്രണ്ട്സും തന്നെയാണ് പോകുന്നത്, അവരുടെ പേരൻസ് വരുന്നില്ല, പക്ഷെ എൻ്റെ മമ്മി എല്ലായിടത്തും വരും. ഐ അണ്ടർസ്റ്റാൻഡ് നൗ സിൻസ് ഐ എം ഹാവിങ് എ ഡോട്ടർ ഹൗ പ്രൊട്ടക്റ്റീവ് ഐ എം ഫോർ ഹർ. സോ അപ്പം അതങ്ങനെ. അപ്പം ബട്ട് ഫ്രാങ്ക്ഫർട്ടിൽ അങ്ങനെ എല്ലാവരും അല്ലാതെ. സോ ഷീ കുഡ് നോട്ട് കം വിത്ത് മീ ടു ഡൽഹി. സോ ഐ വെന്റ് ടു ഡൽഹി ഫോർ മൈ ട്രെയിനിങ്. അവിടെ എയർലൈൻസിൻ്റെ ട്രെയിനിങ്ങിന് പോയപ്പം ആ ഒരാഴ്ച ഇറ്റ് വാസ് ലൈക്ക് എ ബോൾ. ഇറ്റ് വാസ് ഫൺ. ഞങ്ങൾ ട്രെയിനിങ്ങിന് പോകും, അത് കഴിഞ്ഞിട്ട് ഷോപ്പിങ്ങിന് വൈകിട്ട് ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി ഷോപ്പ് ചെയ്യുക, സാധനങ്ങളൊക്കെ എടുക്കുക. So it's really changed the way Frankfurt actually made me little more confident in myself. പിന്നെ ഫ്രാങ്ക്ഫർട്ട് കഴിഞ്ഞപ്പോൾ when I started working in airlines, I started working with Kingfisher Airlines.
the moments we shared, night duties with. അപ്പം ഞാൻ ഗ്രൗണ്ടിൽ ജോലി ചെയ്തപ്പം ഫസ്റ്റ് ലൈക്ക് ആഫ്റ്റർ 1-6-7 months കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് സ്വന്തമായിട്ടുള്ള ഒരു ഇത് കിട്ടിയല്ലോ എയർപോർട്ടിലൊക്കെ ജോലി ചെയ്യുമ്പോൾ. അപ്പം എൻ്റെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഷി വാസ് ജസ്റ്റ് എ ന്യൂ ജോയിനിങ്, സോ ഐ വാസ് ട്രെയിനിങ് ഹർ. ഷി വാസ് അണ്ടർ മൈ ഗൈഡൻസ് ഓർ ട്രെയിനിങ്. ഐ വാസ് ട്രെയിനിങ് ഹർ. കുറേ ആക്ച്വലി എയർ ഇന്ത്യൻ്റെ ഒരു ഫ്ലൈറ്റിന് ഒരു ഫുൾ ക്യാൻസൽ ആയപ്പോൾ വി ഹാഡ് ലോട്ട് ഓഫ് പാസഞ്ചേഴ്സ് ദാറ്റ് വി ഹാഡ് ടു അക്കോമഡേറ്റ് ഇൻ ആ ഫ്ലൈറ്റ്. സോ അപ്പം അങ്ങനെ കുറേ ഇങ്ങനെ കേസ് വന്നപ്പോൾ വി വർ റൈറ്റിംഗ് ഇങ്ങനെ ടിക്കറ്റ്സ് ഒക്കെ കൊടുത്തു. അപ്പം അതിനകത്ത് ഒരാൾ വന്ന് പിന്നെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു. സോ ഇറ്റ് വാണ്ടഡ് ടു ക്യാൻസൽ ഇറ്റ് ഓഫ് ആൻഡ് ദെൻ വി ഹാഡ് ടു റീഫണ്ട് ഹിം ദ വാട്ട് എവർ ദ റിമൈനിങ് മണി വാസ്. We did everything. That thing was done by my friend, the new trainee. So she had done everything. She എല്ലാം ചെയ്തു ഓക്കെ ആക്കി. But she didn't remove that. So that fund was still remaining. That അത്രയും പൈസ അവിടെ ആളുടെ കൊടുത്തത് നമ്മൾ കാണിച്ചിട്ടില്ല എന്ന്. സോ വെൻ ദ കാഷ്യർ കൗണ്ട്സ് ഹി ഈസ് ഹാവിങ് എ ഡെഫിസിറ്റ് ഓഫ് 20,000 അങ്ങനെ. അപ്പം ക്വസ്റ്റ്യൻ ബിക്കോസ് ഷീസ് എ ന്യൂ ജോയിനി, ആരും അവിടെ അത്ര സംശയം ചെയ്യിക്കത്തില്ല, സംശയം ചെയ്ത് തന്നെ ആയിരിക്കും. അപ്പം then the next ഇതിനകത്ത് മോർണിംഗ് when the cashier told that there's a deficit of 20,000 number അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല because everything has been cleared out. and എൻ്റെ ഒരു സോ എന്ന് പറഞ്ഞാൽ ഐ ട്രാക്ക് ഇറ്റ് ഡൗൺ എവറിത്തിങ്. ഞാൻ എന്തൊക്കെ ടിക്കറ്റിന് സെയിൽസ് ചെയ്തിട്ടുണ്ടോ എന്നോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഐ ട്രാക്ക് ഇറ്റ് ഡൗൺ. then I was still worried. അപ്പം എന്നോട് പിന്നെ there was a call from the office, you know, that there's a deficit of this much amount, you need to pay from your salary this much amount. ഞാൻ ഇന്ന പേ ചെയ്യുന്ന I have not done any mistake because if I'm confident I know that I have not done that mistake from my side. അവർ പറഞ്ഞു no you have to do it. I said I will not do it, okay, it's not my mistake. അങ്ങനെ I was little worried. പക്ഷേ എൻ്റെ മമ്മീനോട് പറഞ്ഞു സാരില്ല, next time be little careful, you pay the amount, it's okay, fine, no problem. I said I won't do it. That moment, that time, my friends, be it my supervisor, Rochelle, Sunil, all my friends, avarkariyan I had not done that because they know my work, how it was. So what they did, you know, Jay, Sheetal, all, they sat with me that day the whole night. And since the cashiers and all know the techniques of finding out, they Sunil and Jay, I will tell the name, Sunil and Jay, they sat and checked out what was the fault. എവിടെയാണ് ആരുടെ കയ്യിൽ പോയത്. കുറേ ഒരു I think took nearly 3-4 hours എടുക്കേണ്ടി വന്നു അവരെല്ലാം കണ്ടുപിടിച്ചെടുത്തോണ്ട് വരാന്. But they found out that it was done by this സ്റ്റാഫ് ഐ ഡിൻ്റെ അതിനകത്ത് വരുമല്ലോ, നമ്മൾ അത് സിസ്റ്റം ലോഗിൻ ഞങ്ങൾ സ്റ്റാഫ് ഐ ഡീസ് വരും. അത് കണ്ടപ്പോൾ മനസ്സിലായി that it was from the new joining. അങ്ങനെ then we found out and then we gave this list. അപ്പം അത് ആക്ച്വലി ഓൾറെഡി അയാൾക്ക് പൈസ കൊടുത്തിട്ടാണ്. അത് ഓൺലി ഷീ ഡിഡ് നോട്ട് റിമൂവ് ദറ്റ് പേഴ്സൺ ഫ്രം ദ ലിസ്റ്റ്. ദാറ്റ് വാസ് ഓൺലി ഫോൾട്ട്. പക്ഷെ അത് ഡെഫിസിറ്റ് വന്നപ്പം അവർ ഞാനാ ചെയ്താലും മതി. അവിടെ എന്നെ രക്ഷിച്ചത് എൻ്റെ ഫ്രണ്ട്സ് ആണ്. ദിസ് ഇസ് വാട്ട് യു നോ. സോ വെൻ യു ആർ ഇൻ ട്രബിൾ, who is ready to help you, who knows you well, they could have just said okay, let her pay, what is it, but they knew how I am or how I do my work. But they were there for me to stand, you know, next to me during my difficult times. I was crying bad. അങ്ങനെ അവരെൻ്റെ കൂടെ നിന്ന് അന്ന് എൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ അതറിഞ്ഞു, ലൈക്ക് യു നോ വാട്ട്സ് സ്ട്രോങ്. സോ ദേ ആർ സ്റ്റിൽ വിത്ത് യുനോ കിങ്ഫിഷറിൻ്റെ എല്ലായിടത്തും ഞങ്ങളുടെ എല്ലാം എൻ്റെ വെഡിങ്ങിനാകട്ടെ എൻ്റെ ഇതിനകത്ത് ദേ കെയിം ഫോർ മൈ വെഡിങ്. ഇറ്റ് വാസ് ലൈക്ക് യുനോ സെലിബ്രേഷൻ. അപ്പോഴാണ് ആക്ച്വലി ആയിട്ട് തുടങ്ങിയത് ഡാൻസും അതൊക്കെ. നോർമലി വി ഡോണ്ട് ഹാവ് ഇൻ അവർ വെഡിങ്, എസ്പെഷ്യലി ഒരു സ്ട്രോങ് ഇതായതുകൊണ്ട് വി ഡിഡ്ന്റ് ഹാവ് വെഡിങ്സിന്. ക്രിസ്ത്യൻസ് തന്നെ, പക്ഷേ വി ഡോണ്ട് ഹാവ് വെഡിങ്സിന് ഇങ്ങനെ ഡാൻസും ഞങ്ങളുടെ വെഡിങ്സിനൊന്നും ഇല്ല. പക്ഷെ അവർ വന്നപ്പോൾ അടിച്ചു പൊളിച്ച് ഇതൊക്കെ ചെയ്തത്. വെൻ വി വർ ഇൻ കിങ്ഫിഷർ വി യൂസ് ടു ഗോ ഫോർ ദിസ് small parties are organized by airlines, so we used to have fun. അപ്പോൾ അവർക്കറിയാം ഞാൻ ഡാൻസിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ അവരൊന്ന് ഡാൻസ് ഒക്കെ ചെയ്തു. അതാണ് ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ സ്റ്റോറി എൻ്റെ ലൈഫിൽ നടന്ന ഒരു ഇത്. അപ്പം സോ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് how strong, you know, you feel when you have true friends next to you. So I'm really grateful to Jay, Sunil, Rochelle, my supervisor. പക്ഷേ supervisor ആണെങ്കിലും she is like the closest buddy I got, you know, in airlines. പിന്നെ Sheetal, Sheeja, so many of them, you know, they are really, really, really very special. Bellini, son of all. അതൊരു ഇത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ദുബായിലോട്ട് വന്ന് ഇവിടെ വന്ന് കുറേ ജോലി ചെയ്തു. ഡിഫറെൻറ്റ് സെക്ടേഴ്സിൽ ഞാൻ ജോലി ചെയ്തു. പിന്നെ ലാസ്റ്റ് വെൻ ഐ ജോയിൻഡ് ലാസ്റ്റിൽ ഞാൻ ഇവിടെ വന്നിപ്പോൾ ഒരു സ്കൂളിൽ ഞാൻ ജോയിൻ ചെയ്തു. there I have got a lot of friends, be it my teachers who are working with me, okay, senior teachers also. Our feel, because I told you this is my totally a different profession.
ഞാൻ വന്നവരെ ഇതിനകത്തൊന്നും സ്കൂളിൽ ജോയിൻ ചെയ്ത ടി എ എനിക്കൊന്നും അറിയത്തില്ല വാട്ട് വാസ് ഇറ്റ് ആക്ച്വലി. ഒരു ടി എ ആയിട്ട് ജോയിൻ ചെയ്തപ്പം you are learning things every time, but if you have a strong support who helps you out, this is how it is done, you will come a lot way through. So it's something I really feel ഈ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഈ ടീച്ചേഴ്സ് ഒക്കെ എൻ്റെ ഫ്രണ്ട്സ് ആയിട്ട് ആ സമയത്ത് എൻ്റെ സ്കൂളിൽ ഇല്ലാന്നെങ്കിൽ I would have not able to learn from them, because see, you always have a fear. Okay, supervisor ആണ് കുറച്ചൊരു പേടി ഉണ്ടെന്ന് ഞാൻ പറയും. I still have little fear, but still the way she encourages us, it's something like you feel like, the way she always keeps on telling like we are one group or we are like a friends. അത് നമ്മൾ കുറച്ചുകൂടെ okay, we are free, we can speak to her. Friend is always a person whom you can speak up, who can talk up your points to them, അങ്ങനെ. അപ്പം ഈവൻ ആ ടീം ലീഡേഴ്സ് അവരൊക്കെ നല്ലൊരു സപ്പോർട്ടാണ് നമ്മൾക്ക്. അപ്പം നമുക്ക് ആ ഒരു പേടിയില്ല. ഓക്കെയോ അവർ വലിയൊരു പൊസിഷൻ നമുക്കത് സംസാരിക്കും. എൻ്റെ ഇപ്പോഴത്തെ ടീം ലീഡറാണ് സുമ മാം. ഷീ എൻകറേജസ് മീ, യു സെൻഡ് മീ യുവർ വീഡിയോസ്, ഐ വിൽ ചെക്ക് ഓൾ ടിക്ടോക്ക് വീഡിയോസ്, ഐ ഷോ ഇറ്റ് ടു ഹർ ഓൺലി. പിന്നെയാണ് വേറിലോട്ട് പോകുന്നത്. പക്ഷെ അങ്ങനെ ഒരു കുറേ സപ്പോർട്ടുണ്ട് ടീച്ചേഴ്സിൻ്റെ കയ്യിലാണെങ്കിൽ. ബീറ്റ് മൈ എക്സ് ടീച്ചേഴ്സ്, Sheetal ma'am, Shalim, all wonderful teachers, Zeenat ma'am, all wonderful teachers I had. So other nallora run teachers on kuda nikkumbol, if there's a special bond, our special bond അല്ലെങ്കിൽ our friends level bond ഉണ്ടെങ്കിൽ ക്ലാസ് സ്മൂത്ത് ആയിട്ട് പോകുന്നു ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പം I always blessed to have such teachers around me. In സ്കൂളിൽ വന്ന് ഞാൻ ജോയിൻ ചെയ്തപ്പോൾ I got so many friends, be it so many teachers or friends ne gatti, they talk to you, they teach you, tell your experiences, how it is to go, so you learn from them. Ivide enku ottri perunde school I have lot of friends, ende ella teachers veliya friends oru idu thaneyanu. പക്ഷേ two people whom I want to mention in this is very special, is very close to me. Adana ende besties, my best friends, Neenu and Sharon. Okay, they are my life. Okay, ഇവിടെ വന്ന സ്കൂളിൽ നീനുവിനെ ഞാൻ അറിയാം. when we were staying in Sharjah, we used to stay like neighbors ആണ്. പക്ഷെ ആ സമയത്ത് ഞങ്ങൾ മിണ്ടത്തേ ഇല്ല. അത് നെയ്ബറായിട്ട് ഞാൻ മിണ്ടിയിട്ടില്ല അവളോട്. അവളെന്റെ മേളത്തെ ഫ്ലോറിൽ we had never spoken. I used to see when I used to go and drop my children for bus, she also used to go and just a smile. പക്ഷെ സ്കൂളിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സെയിം ബസ്സിലാണ്. അങ്ങനെ സംസാരിച്ച് വി ബിക്കം സോ ക്ലോസ് ബഡീസ്. ഐ വാസ് ഇൻ KG1 പഠിപ്പിക്കുമ്പോൾ എൻ്റെ കൂടെ ഷെറിൻ ജോയിൻ ചെയ്തു. അപ്പം when I came, I was new to this, so she was the one who was helping me out. Sharon was the one, okay, ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇത് ഇങ്ങനെയാണ് ഫോളോ. അങ്ങനെ ഒരു ക്ലോസ് ബോണ്ടിൽ ഞങ്ങൾ ഇതായത് ഷെറിനും നീനിൻ്റെ കൂടെയാണ്. അവര് if you see, this is the mug, okay, this is Neenu in green, okay, and this is Sharon, okay. Your friendship mugum enke Sharon ha thanathu because she's gone back to India for her delivery, so let's all pray for her healthy and safe delivery. And Neenu is here, so normally ഞങ്ങൾ ഇപ്പം ഇങ്ങനെ വെക്കേഷൻസ് ഒക്കെ ഞങ്ങൾ ഇങ്ങോട്ടൊക്കെ കാണും. So this is like best friends forever, and that is true. We are എന്ത് കാര്യം ഉണ്ടെങ്കിലും we share to each other. അത് like very close. She'll call me up. Neenu will speak at 1 o'clock in the night and she, you are there, okay, I wanted to say something. അപ്പം we three know each other that ഞങ്ങളുടെ കാര്യങ്ങൾ we will not speak out to anybody else. So that confidence അതുണ്ടെങ്കിൽ we know that how strong it is. If I say something to Neenu or Sharon, I know that it will not go to a third person. That belief and confidence I have in them, and it goes the same way. I will not talk their things to anybody else. പേഴ്സണായിട്ട് പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ അതൊരു സ്ട്രോങ് ആണ്. ഈ ഒരു ടൈമിൽ ഞാൻ സ്കൂളിൽ ജോയിൻ ചെയ്തപ്പോൾ ഇവരുടെ സപ്പോർട്ട് തന്നെ വലിയൊരു വേത്തിൽ എനിക്കുണ്ടായിരുന്നു. Neenu gives me ideas because she's experienced, Sharon's experience. They used to tell me, okay, this is how you have to take it about. And Neenu is very good in computers. ഈ യൂട്യൂബ് തുടങ്ങിയപ്പോൾ അവളാണ് എനിക്ക് ഇങ്ങനെ ഐഡിയാസ് ഒക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണം, അതൊക്കെ ചെയ്യണം. സോ ഷീ ഈസ് ദ വൺ ആൻഡ് Sharon is very good in crafts. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഇവരൊക്കെയാണ് തന്നെ. So I really miss them because Sharon is far away. She's in Kerala, but still we are on talks, chats,
വാട്സപ്പ് മെസ്സേജസ് കണ്ടിന്യൂസ് ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ഇതുണ്ട്. സോ ഐ ടെൽ ദിസ് ഇസ് എ ബ്ലെസ്സിങ് that I've got from God. No, this two one of my എൻ്റെ എല്ലാമാണ് ഇവര്. ഇത്രയും ഞാൻ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, എല്ലാവരോടും ഞാൻ സംസാരിക്കാൻ ഐ എം ഓപ്പൺ, ഐ ടോക്ക് ടു എവരിബഡി, ഹാവ് ഗ്രേറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഓൾ മൈ ഫ്രണ്ട്സ്. പക്ഷെ ഇവരുടെ കൂടെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഡിഫറെൻറ്റ് ലെവലാണ്. അത് ഇങ്ങനെ പറയാൻ നോക്കുന്നത്. അപ്പം ഹസ്ബൻഡ് പറയും നിങ്ങൾക്ക് വേറെ ഒരു ജോലിയില്ല ഇങ്ങനെ സംസാരിക്കാൻ. അതങ്ങനെയാണ്. If I come to know something, I immediately call up Ninu and say, Ninu. അപ്പം he will tell, speaking to Ninu? No, yes. So he knows that. ഞങ്ങൾ അങ്ങനെയാണ് ഒരു ഇങ്ങനെ നിൽക്കുന്നത്. വെരി ഞങ്ങൾ ഇടയ്ക്കൊക്കെ ട്രിപ്പിന് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും കൂടെ ഒരു ഹോട്ടൽ സ്റ്റേയിൽ ലൈക്ക് ഫോർ 2 days we went there. പിള്ളേരൊക്കെ വീട്ടിൽ വെച്ചിട്ട് ഞാൻ ഇവരുടെ കൂടെ ഒക്കെ പോയി. അപ്പോൾ അതൊരു ലെവലിൽ നമ്മൾ ആ ഒരു മൂമെന്റ് ഞങ്ങൾ ഇവരുടെ കൂടെ താമസിച്ചപ്പോഴേ സംസാരിക്കുക, ബെഡ് സ്പേസിൽ എല്ലാവരും ഷെയർ ചെയ്ത് കിടക്കുക. അവരെന്നെ കളിപ്പിച്ചു. അവർ ഞങ്ങൾ 1 മണി 2 മണി വരെ ഉറങ്ങി. 2 പേരും പോത്ത് പോലെ കയറി കിടന്നുറങ്ങി. സോ അങ്ങനെ ഒരു ട്രൂ ബ്ലെസ്സിങ്സ്. വി സേ കോഫി വി ഹാവ് ഇറ്റ് ഫോർ പ്ലെഷർ. കോഫി കുടിക്കുന്നത് അല്ലെങ്കിൽ ടീ കുടിക്കുന്നത് ഫോർ പ്ലെഷർ. ബട്ട് true friends are like a treasure. So they are my treasure hunts. You get lot of friends എല്ലാം കിട്ടും. പക്ഷെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതോ അല്ലെങ്കിൽ ക്ലോസ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നതോ അത് കുറച്ച് പേരേ ഉള്ളൂ. they are like your diamonds. Diamonds how old ആയാലും അത് നല്ല രസമായിരിക്കും. അതിനായിരിക്കും നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് which will last forever if you have a true friendships. So I miss them and I love them a lot. സോ ഇതാണ് എൻ്റെ ഇന്ന് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചുള്ള പറയാനുള്ള ചെറിയ സാധനം. ഒത്തിരിയായി എന്നറിയാം. ബട്ട് ടേക്ക് കെയർ ഓഫ് യുവർ ഫ്രണ്ട്ഷിപ്സ്. ഓക്കെ, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു ഗെറ്റ് എ ട്രൂ ഫ്രണ്ട്ഷിപ്പ്. ഉണ്ടെങ്കിൽ ബി സിൻസിയർ ടു ദം, ബി ഓൾവേസ് be with them if they are in difficult times, not only in good times, bad times also. Stand with them. Okay, support them. That's all what we are meant for. Share your experiences, avara kurichu paraya, share your things. Sometimes I know it is not easy to speak to your parents or speak to your spouses or anything, but share to your friends whom they are going to support you. So happy friendship day once again to one and all. Enjoy your friendships and have a great time. I love you, Ninu and Sherin. Thank you Kutas. So have a great day. Bye bye. Enjoy. See you in my next vlog with something special. Sayonara.